നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോ സെപ്റ്റംബർ മാസത്തിലെ പ്രധാന ദിനങ്ങളെപ്പറ്റി ഉള്ളതാണ്. നമുക്ക് നോക്കാം ഏതെല്ലാം പ്രധാനപ്പെട്ട ദിനങ്ങളാണ് സെപ്റ്റംബർ മാസത്തിൽ എന്നുള്ളത്. ആദ്യം തന്നെ സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം. ലോക നാളികേര ദിനമാണ് സെപ്റ്റംബർ 2. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ദിനങ്ങൾ മാത്രമേ ഞാൻ ഇതിലൂടെ പറഞ്ഞു തരുന്നുള്ളൂ. സെപ്റ്റംബർ 5 എല്ലാവർക്കും അറിയാം, അധ്യാപക ദിനം ആണ് എന്നുള്ളത്. ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5. ഇവിടെ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം, ദേശീയം പറഞ്ഞാൽ നാഷണൽ ലെവലിൽ ഇന്ത്യയിൽ മാത്രമുള്ളത്. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? അത് ഒക്ടോബർ 5-നാണ്. ഇത് സെപ്റ്റംബർ 5-ഉം അത് ഒക്ടോബർ 5-നാണ്. 1994 മുതലാണ് യുനെസ്കോ വേൾഡ് ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കാൻ തുടങ്ങിയത്. അത് ഒക്ടോബർ 5-നാണ്. ഒക്ടോബർ 5. ഇവിടെ പറയുന്നത് നമ്മളുടെ ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5. ദേശീയ അധ്യാപക ദിനം എന്ന് പറയുന്നത് സർവേപ്പള്ളി രാധാകൃഷ്ണൻ, രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ബഹുമാന്യനായ നമ്മുടെ മുൻ പ്രസിഡൻറ്റിൻ്റെ ജനന ദിവസമാണ് സെപ്റ്റംബർ 5. അതാണ് അധ്യാപക ദിനമായിട്ട് നാം ആചരിക്കുന്നത്. അധ്യാപക ദിനം 1962 മുതൽ ദേശീയ അധ്യാപക ദിനം ആഘോഷിച്ചു വരുന്നു. സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനം. യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8-ന് ആഘോഷിക്കുന്നു. 1967 മുതൽ ആണ് ഇത് തുടങ്ങിയത്. ലോക ആത്മഹത്യാ വിരുദ്ധ ദിനം സെപ്റ്റംബർ 10. സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14-നാണ് ഹിന്ദി ഭാഷ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായിട്ടും ദേവനാഗരി ലിപിയെ ഔദ്യോഗിക ലിപിയായിട്ടും ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്, അതായത് 1949 സെപ്റ്റംബർ 14-ന് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനമായിട്ട് നാം ആചരിക്കുന്നത്. സെപ്റ്റംബർ 15 അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനം. ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമാണ് സെപ്റ്റംബർ 15. വിശ്വേശ്വരയ്യരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ലോക ഓസോൺ ദിനമാണ് സെപ്റ്റംബർ 16. 1988 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. പാളിയുടെ സംരക്ഷണത്തിനായി 1987 സെപ്റ്റംബർ 16-ന് മോൺട്രിയോളിൽ ഉടമ്പടി ഒപ്പുവെച്ചു. ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ സൃഷ്ടിക്കുന്ന രാസവസ്തുക്കളുടെ നിർമ്മാണവും ഉപയോഗവും കുറയ്ക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ ഉടമ്പടിയെ മോൺട്രിയോൾ പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നു. 1994 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങിയത്. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. സെപ്റ്റംബർ 21 ലോക അൾഷിമേഴ്സ് ദിനം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്മൃതിനാശം എന്ന് പറയാം. അതായത് ഓർമ്മ നശിച്ച് പോവുക. നിലവിൽ ചികിത്സയില്ലാത്തതും
സാവധാനം മരണകാരണവുമാവുന്ന ഒരു രോഗമാണ് ഇത്. പൊതുവെ 65 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരിൽ കാണപ്പെടുന്നുവെങ്കിലും ചിലപ്പോൾ പ്രായം കുറഞ്ഞവരിലും ഈ അസുഖം പിടിപെടാം. ഈ രോഗം ബാധിച്ചതായി നിർണയിക്കപ്പെട്ടാൽ പിന്നീട് ശരാശരി 7 വർഷമേ രോഗി ജീവിച്ചിരിക്കുകയുള്ളൂ. അതായത് ഈ രോഗിയുടെ എന്താണ് പ്രത്യേകത? ഈ രോഗിക്ക് ഒന്നും ഓർമ്മയുണ്ടാകുകയില്ല. തൊട്ട് മുൻപ് ചെയ്ത കാര്യങ്ങളോ ഒന്നും ഓർമ്മ നിൽക്കുകയില്ല. അതാണ് ഈ അൾഷിമേഴ്സ് രോഗത്തിൻ്റെ പ്രത്യേകത. അഥവാ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്മൃതിനാശം അഥവാ ഓർമ്മക്കുറവ്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു സിനിമയിൽ. ഏത് സിനിമയാണ്? മോഹൻലാലിൻ്റെ തന്മാത്ര എന്ന സിനിമയിൽ ഈ രോഗം ബാധിക്കുന്നത് വളരെ തന്മയത്തോടുകൂടി മോഹൻലാൽ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. അൾഷിമേഴ്സ് രോഗം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. സെപ്റ്റംബർ 21 അൾഷിമേഴ്സ് ദിനം. ലോക സമാധാന ദിനം സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 ലോക സമാധാന ദിനമായി എല്ലാ വർഷവും ഐക്യരാഷ്ട്ര സംഘടനയാണ് UN ഐക്യരാഷ്ട്ര സംഘടനയാണ് ആചരിച്ചു വരുന്നത്. 1981 മുതലാണ് ഇത് ആചരിക്കാൻ തുടങ്ങിയത്. ലോകത്തിൻ്റെ സമാധാനമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. സെപ്റ്റംബർ 22 ലോക റോസ് ദിനം, വേൾഡ് റോസ് ഡേ. എല്ലാവർക്കും അറിയാം, റോസാപുഷ്പങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ റോസാപുഷ്പങ്ങൾക്കായുള്ള ദിവസമാണ് സെപ്റ്റംബർ. ഈ മാസത്തിലെ സെപ്റ്റംബർ 22, ഈ മാസത്തിലെ 22-ാം തീയതി എന്നുള്ളത്. ഇത് ലോക റോസ് ദിനമാണ്. നമ്മുടെ ഇന്ത്യയിലെ ദേശീയ റോസ് ദിനം എന്ന് പറയുന്നത് ഫെബ്രുവരി, നാഷണൽ റോസ് ഡേ എന്ന് പറയുന്നത് സെക്കൻഡ് സാറ്റർഡേ, ജൂണിലെ സെക്കൻഡ് സാറ്റർഡേ എന്നാണ്. അതായത് ഇന്ത്യയിൽ റോസ് ദിനം എന്ന് പറയുന്നത്, ഇവിടെ സെപ്റ്റംബർ 22 എന്ന് പറയുന്നത് ലോക റോസ് ദിനമാണ്. നാഷണൽ ദേശീയ റോസ് ദിനം എന്ന് പറയുന്നത് ജൂൺ മാസത്തിലെ 2-ാം ശനിയാഴ്ചയാണ്. സെപ്റ്റംബർ 24 അന്താരാഷ്ട്ര ബധിര ദിനം. സെപ്റ്റംബറിലെ അവസാന ഞായറാഴ്ചയാണ് ഈ അന്താരാഷ്ട്ര ബധിര ദിനമായിട്ട് ആചരിക്കുന്നത്. ബധിരർ എന്ന് പറഞ്ഞാൽ ആരാണ്? ചെവി കേൾക്കാൻ പറ്റാത്തവർ. അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിനമാണ് ഈ സെപ്റ്റംബർ 24, സെപ്റ്റംബറിലെ അവസാന ഞായറാഴ്ച എന്ന് പറയുന്നത്. സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനം. നമുക്കെല്ലാം യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ആ യാത്രയ്ക്ക് വിനോദസഞ്ചാരത്തിനായിട്ടുള്ള ഒരു ദിനമാണ്, അതിനു വേണ്ടിയിട്ടുള്ള ദിനമാണ് സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനം. സെപ്റ്റംബർ 28 ലോക പേവിഷബാധ ദിനം. അതായത് നായ്ക്കളെ എല്ലാവർക്കും അറിയാം, നായ്ക്കളെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ കടിക്കാൻ വന്നിട്ടുണ്ടാവും, ചിലർക്ക് കടി കിട്ടിയിട്ടും ഉണ്ടാവും. ഈ നായ്ക്കളിൽ നിന്നും പകരുന്ന ഒരു രോഗമാണ് പേവിഷബാധ. നായ്ക്കളിൽ നിന്നും മനുഷ്യർക്ക് മാത്രമല്ല മറ്റ് മൃഗങ്ങളിലേക്കും പകരും. പശു, ആട്, മറ്റു ഏത് ജീവികളിലേക്കും പകരുന്ന ഒരു രോഗമാണ് പേവിഷബാധ എന്ന് പറയുന്നത്. ആ പേവിഷബാധയ്ക്കായിട്ടുള്ള ഒരു ദിനമാണ് സെപ്റ്റംബർ 28. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. എല്ലാവർക്കും ഹൃദയമുണ്ട് അല്ലേ? ആ ഹൃദയത്തിനും ഒരു ദിവസമാണ് ലോക ഹൃദയ ദിനം എന്ന് പറയുന്നത്. സെപ്റ്റംബർ 29-നാണ്. സെപ്റ്റംബർ 30 അന്താരാഷ്ട്ര വിവർത്തന ദിനം. എല്ലാവരും പുസ്തകങ്ങളൊക്കെ വായിക്കാറില്ലേ? ഇംഗ്ലീഷ് പുസ്തകങ്ങൾ, ചില നോവലുകളൊക്കെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ
മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ വിവർത്തനം ചെയ്യുന്ന അതിനു വേണ്ടിയിട്ടുള്ള ഒരു ദിനം, വിവർത്തനം ചെയ്യുകയല്ല, വിവർത്തന ദിനം എന്ന് പറയുന്നതാണ് സെപ്റ്റംബർ 30. ഇത്രയും പ്രധാന ദിനങ്ങളാണ്. ഇത് പഠിക്കുക, മത്സര പരീക്ഷകൾക്കായി വരുന്നതാണ്. അതുകൊണ്ട് നന്നായി പഠിച്ച് വയ്ക്കുക. നന്ദി, നമസ്കാരം.